നടപടിക്രമങ്ങൾ ലംഘിച്ചും വിദ്യാർത്ഥികളെയും സിൻഡിക്കേറ്റിനെയും വെല്ലുവിളിച്ചും ഗവർണറുടെ സംസ്കൃത സെമിനാറുമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ. ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് നടക്കും. അതേസമയം കേരള സർവകലാശാലയുടെ മഹത്തായ നേട്ടങ്ങൾ അട്ടിമറിക്കാനാണ് വൈസ് ചാൻസലറുടെ ശ്രമമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. സിൻഡിക്കേറ്റ് അംഗങ്ങളോട് പോലും ആലോചിക്കാതെ ആഗോള പ്രശ്നങ്ങളും സംസ്കൃത വിജ്ഞാനധാരയും എന്ന വിഷയത്തിൽ ഗവർണറെ പങ്കെടുപ്പിച്ച് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സെമിനാർ സംഘടിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. വിഷയത്തിൽ വിദ്യാർത്ഥികളും സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രതിഷേധത്തിലാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ചട്ടവിരുദ്ധമായി സംഘടിപ്പിക്കുന്നുവെന്നും സർവകലാശാലയിൽ കാവ്യവൽക്കരണത്തിന് അനുവദിക്കില്ല എന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ വർഷം പ്ലാൻ ഫണ്ടിൽ സെമിനാർ നടത്താൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൊടുത്തതുപോലെ സെൻറ്ററിൽ കൊടുത്തതുപോലെ വേദാന്ത സ്റ്റഡി സെൻറ്ററിനും ഞങ്ങൾ 1.5 ലക്ഷം രൂപ കൊടുത്തു. ആ വേദാന്ത സ്റ്റഡി സെൻറ്ററിൻ്റെ ഡയറക്ടർ സർവകലാശാല സിൻഡിക്കേറ്റ് പോലും അറിയാതെ ഗവർണറെ ആ പരിപാടികൾ ഇവിടെ കൊണ്ടുവരികയാണ്. ഗവർണർ ഈ സർവകലാശാലയുടെ ചാൻസലറാണ്. ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഗവർണർ എത്തുമ്പോൾ സിൻഡിക്കേറ്റ് അറിയണ്ടേ? ഈ സിൻഡിക്കേറ്റിനോട് ചർച്ച ചെയ്യണ്ടേ? ഈ ഡയറക്ടർ ചർച്ച ചെയ്തില്ല. സെമിനാറിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സംസ്കൃത പണ്ഡിതൻ എന്ന നിലയിലാണ് ഗവർണർ പങ്കെടുക്കുന്നത് എന്നാണ് വൈസ് ചാൻസലറുടെ പ്രതികരണം. ഇത് 100% അക്കാഡമിക് ആയിട്ടുള്ള ആളുകളാണ്. ആൻഡ് ഗവർണർ, ഈവൻ ദോ ഹീസ് ദ ഗവർണർ, ഈവൻ ദോ ഹീസ് ദ ചാൻസലർ, ഹീസ് എ ഹയസ്റ്റ് അക്കാഡമിഷ്യൻ ഇൻ ദിസ് ഏരിയ. മനസ്സിലായില്ലേ? ഈ അക്കാഡമിഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സാന്നിധ്യം. സെമിനാറിൽ പങ്കെടുക്കുന്ന ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നാണ് സൂചന. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.